ആദ്യത്തെ ചലഞ്ച് കഴിഞ്ഞു. ഇനി 2 ലെഫ്റ്റ് ഔട്ട് പെനാൽറ്റി 3 പക്ഷേ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ലെഫ്റ്റ് ഔട്ട് പെനാൽറ്റി അടിക്കാൻ എങ്ങോട്ടേ പോയി താഴോട്ട് തന്നെ. എനിക്ക് ലെഫ്റ്റ് ഔട്ട് പെനാൽറ്റി അടിക്കാൻ എനിക്ക് ലെഫ്റ്റ് ഔട്ട് പെനാൽറ്റി അടിക്കാൻ ഭയങ്കര പാടാണ്. എനിക്ക് മാത്രം അടിക്കുക എന്ത് ചെയ്യാ. അപ്പൊ അതിൻ്റെ ഇപ്രാവശ്യത്തെ ചലഞ്ചിൽ തോക്കുന്ന ആളെ കൊണ്ട് നമ്മൾ ഒരു മുളക് തീറ്റി. അയ്യേ എന്താ ഗോട്ടാന്നൊക്കെ പറഞ്ഞു ലെഫ്റ്റ് ഔട്ട് പെനാൽറ്റി. ഇതിൽ മുളക് കഴിക്കേണ്ടി വരുമല്ലേ? അയ്യോ കാലം പോയി പെനാൽറ്റി പോയി 3 മിസ്. അപ്പൊ മുളക് വായിക്കിട്ട് വെക്കാം. ടോം ഒരെണ്ണം പോലും ഗോൾ അടിച്ചില്ല. അതുകൊണ്ട് ഒരെണ്ണം ഗോൾ അടിച്ചാൽ പോലും എനിക്ക് മുളക് കഴിക്കണ്ട. പോയി അടിക്കണ്ട്. ഒന്നുമില്ല അവിടെ. അയ്യോ അവനെ അടുത്ത 2 സേവ് ചെയ്തില്ലെങ്കിൽ മുളക് കഴിക്കേണ്ടി വരും. അതുകൊണ്ടാ. അപ്പൊ ടോമിന് മുളക് തിന്നാം. ഒരെണ്ണം മാത്രം താന്ന് മാത്രം സേവ് തന്നെ അല്ലേ? അപ്പൊ മുളക് തിന്നല്ലേ? 2 പൊങ്ങി തിന്നാളെല്ലാം നിന്ന് കയറും. അപ്പൊ ഗൈസ് അതിൽ ഏറ്റവും ചെറിയ മുളക് ഞാൻ എടുത്തേക്കുന്നത്. ചവച്ച് കഴിക്കണം. നമ്മള് ചലഞ്ചാ വെള്ളത്തിൽ ചവച്ചതും കഴിക്കും. എന്തിരി വായിലിട്ട് കഴിക്കണം. ചലഞ്ചാ ചവച്ച് കഴിച്ചേർക്കണം. കൈമാറ്റ് എങ്ങോട്ടേ പോകുന്ന അടിയിലൊക്കെ ക്യാമറ പാവൻ ചെക്കൻ ചാവും. നിങ്ങളായ വെള്ളം കുടിച്ചോ? കുഴപ്പമില്ല. അടുത്തറിഞ്ഞ് നോക്കുന്ന ആൾ നാരങ്ങ പിഴിഞ്ഞു ആലോചിക്കുന്നത്. അദ്ദേഹത്തിന് പെങ്ങളുണ്ട്. ഇവൻ കെട്ടിയും തോന്നുന്നു. അയ്യോ വിളിക്കുന്നു. അപ്പൊ അടുത്ത ഇറച്ചി തോക്കാതെ നോക്കുക അല്ലേ?